ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെ ഒരു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്കുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ താഴെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്ന ടെക്സ്റ്റ് കാണാം മുകളിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. വാട്സപ്പ് സ്റ്റാറ്റസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്യാൻവാസ് വരും. ഇതിൽ ഈ ഒരു ക്യാൻവാസ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഈ ഒരു ക്യാൻവാസിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. അതിനായിട്ട് താഴെ കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസ് എന്നുള്ളതിലേക്ക് വരിക. ഇവിടെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ഇവിടെ ഒരുപാട് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു 3 ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ആ ഒരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് എലമെൻറ്റ്സ് എന്നുള്ളതിലേക്ക് വരുന്നു. ശേഷം ഫസ്റ്റ് കാണുന്ന ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ശേഷം ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് BG റിമൂവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ശേഷം ആ ഒരു ഫോട്ടോയെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തു. അടുത്തതായിട്ട് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് താഴെ കാണുന്ന T സെലക്ട് ചെയ്യുക. അതിൽ ആഡ് ചെയ്യാൻ ഹെഡിങ് എന്നുള്ള സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ടെക്സ്റ്റ് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ടെക്സ്റ്റിനെ ഞാൻ മുകളിലായിട്ട് സെറ്റ് ചെയ്തു. ഇനി ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റണം. അതിനായിട്ട് ആ ടെക്സ്റ്റിലാണ് ക്ലിക്ക് ചെയ്തു. താഴെ കാണുന്ന ഫോണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ മുകളിലേക്ക് ഒരു ആരോ കാണാം. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫോണ്ട് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഫോണ്ട് ഉണ്ട്. ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ആക്കുന്നത്. ഈ ഫോണ്ട് കിട്ടാനായിട്ട് ഈ ഫോണ്ട് സെർച്ച് ചെയ്താൽ മതി ഇതിൽ കേട്ടോ. ഇപ്പോൾ ആ ഒരു ഫോണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോണ്ട് സൈസ് സെറ്റ് ആക്കണം. അതിനായിട്ട് ഈ ഫോണ്ട് സൈസ് എന്നതിലേക്ക് വരുന്നു. 92 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ഒരു 130 സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേൻ്റെ ടെക്സ്റ്റിൻ്റെ കളറിന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ശേഷം കളർ എന്നുള്ളതിലേക്ക് വന്നു. ഇടത് സൈഡിലുള്ള ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം കളർ കിട്ടാൻ ഈ ഒരു സെയിം കോഡ് ടൈപ്പ് ചെയ്യാം. പക്ഷെ അത് ക്ലോസ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ജൂൺ 5, 2025 എന്നുള്ള ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് T ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ആഡ് എ സബ് ഹെഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറക്കുന്നു.
ഈ ഒരു ഇമേജിന് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കൊടുക്കുന്നു കേട്ടോ. ഇനി നമുക്ക് താഴെ ഒരു ടെക്സ്റ്റ് കൊണ്ട് ചേർക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ചേർക്കാവുന്നതാണ്. ക്യാൻവ ക്ലാസ് ഗ്രൂപ്പ് എന്നുള്ള ടെക്സ്റ്റ് ഞാനിവിടെ താഴത്തായിട്ട് കൊണ്ടുവരുന്നു കേട്ടോ. നമ്മുടെ പോസ്റ്റർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു.